ഹലോ, ഐ എം അമിഷ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു ജേർണലിംഗ് ചെയ്ത് തുടങ്ങാം അല്ലെ? ജേർണലിംഗ് അല്ല, എന്റെ പുതിയ ജേർണൽ ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. വെയിറ്റ്, ആരും പേടിക്കേണ്ട. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ തന്നെയാണിത്. പക്ഷേ എന്റെ ചാനൽ സ്റ്റാർട്ടിംഗ് തൊട്ടേ കാണുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും, ഇതിനു മുമ്പും 2 വീഡിയോസ്, ലോങ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ചാനലിൽ ഇല്ല, ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, അതിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. വീഡിയോ ക്വാളിറ്റിയും ഇല്ല, ഓഡിയോ ക്വാളിറ്റിയും ഇല്ല, ഒന്നുമില്ല. എല്ലാം മോശമായിരുന്നു. സോ ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുക. എന്ന് വെച്ച് ഇപ്പൊ ഭയങ്കര ക്വാളിറ്റി ഉണ്ടെന്നല്ല, പകരം ഇത്രയും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിംഗിലോട്ട് കടക്കാം. ഇപ്രാവശ്യം 2 വിന്നേഴ്സിനാണ് ഗിഫ്റ്റ് ഉള്ളത്. സോ എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ബോക്സിൽ എന്താണെന്ന് നോക്കാം. വാവ്, ഇതിലൊരു വിന്റേജ് തീമിലുള്ള ജേർണൽ സെറ്റ് ആണുള്ളത്. ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് എന്ത് വേണമെന്ന്. അതിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ജേർണലിംഗ് സെറ്റ് വേണമെന്ന്. സോ അത് തന്നെ തരാമെന്ന് വിചാരിച്ചു. ഒരു ബിഗിനർക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ ജേർണലിംഗ് സെറ്റിലുണ്ട്. ലൈക്ക് ഒരു A6 സൈസ് നോട്ട്ബുക്ക് ഉണ്ട്, അതും ഗ്രിഡ് ലൈൻ പാറ്റേണിൽ വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നോട്ട്ബുക്ക്. ഡിഫറെന്റ് ടൈപ്സിലുള്ള മെമ്മോ പാഡ്, വാഷി ടേപ്സ്, കലണ്ടർ സ്റ്റിക്കേഴ്സ്, ഫോട്ടോ ഫ്രെയിംസ്, സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സ്, പോക്കറ്റ് കവർ, പല ടൈപ്പിലുള്ള സ്റ്റിക്കേഴ്സ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇതിന്. പക്ഷെ ഒന്ന് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ജേർണലിംഗ് സെറ്റിന്റെ സൈസ് ഭയങ്കര ചെറുതാ. ഞാൻ വിചാരിച്ച ഒരു സൈസ് അല്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ബോക്സ് നോക്കിയാലോ. ഇത് ഞാൻ ഡൈക്കർ സ്മാർട്ടിൽ നിന്നാണ് മേടിച്ചത്. സോ ഇതിലെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പേജിൽ നിന്ന് മേടിക്കുന്നത്. സോ 3 ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഒരു ഗ്ലൂ ടേപ്പ്, ഒരു കട്ടിംഗ് മാറ്റ്, അതും കുഞ്ഞു സൈസിലുള്ളത്. ക്യൂട്ടല്ലേ കാണാൻ. ഇതിന്റെ വലിയ സൈസ് ഓൾറെഡി എന്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞു സൈസിൽ മേടിച്ചതാണ്. പിന്നെ നല്ല അടിപൊളി വെറൈറ്റി കവായി ഗ്ലിറ്റർ സ്റ്റിക്കർ ബുക്ക്. സെക്കൻഡ് മോസ്റ്റ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് കവായി സ്റ്റിക്കർ വേണം എന്നായിരുന്നു. പക്ഷെ കവായി സ്റ്റിക്കർ കഴിഞ്ഞ് ഗിവ് അവയ്ക്ക് കൊടുത്തോണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി പിടിച്ചതാണ്. പക്ഷെ ഇതും കൊള്ളാം, കവായി സ്റ്റിക്കർ പോലെ തന്നെയാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത പെട്ടി ഒട്ടിക്കാം. ഇതിൽ നിങ്ങൾ ആദ്യം കണ്ട ഡയറി ഇല്ലേ, അത് തന്നെയാണ് ഒന്നിച്ച് മേടിച്ചോണ്ട് കാണിച്ചതാ. ഇതും മറ്റേ ജേർണലിംഗ് സെറ്റും ഒന്നിച്ച് മീഷോയിൽ നിന്ന് മേടിച്ചതാ ഞാൻ. ഈ ഡയറി കൊള്ളാം, അടിപൊളിയാണ്. കുറെ പേജസ് ഉണ്ട്. പിന്നെ നല്ല തിക്ക് പേപ്പർ ആണ്. നമുക്ക് വാട്ടർ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനും പറ്റും. പേപ്പർ കീറിപ്പോവും എന്ന പേടിയും വേണ്ട. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലോക്കാണ്. ഗിവവേയുടെ കാര്യം പറയാനാണെങ്കിൽ 10K ഗിവവേ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ 23K ആയിട്ടുണ്ട്. എല്ലാം പെട്ടെന്നായിരുന്നു. എന്തായാലും 10K and 20K ഗിവവേ ഒന്നിച്ച് നടത്താം അല്ലെ. ഫസ്റ്റ് പേഴ്സണിന് ഈ ജേർണലിംഗ് സെറ്റും സെക്കൻഡ് സ്റ്റിക്കർ ബുക്കും ആണ്. സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാല് ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനലിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം അത് കമന്റ് ചെയ്യുക. അല്ലാതെ എന്നെ പൊക്കി പറയാനോ അല്ലെങ്കിൽ എനിക്ക് താ ചേച്ചി എനിക്ക് താ എന്ന് പറയാനോ നിൽക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.